നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് ദൈവം നിശ്ചയിച്ച ദിവസം കൊള്ളാം. മകളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുന്ന ദിവസം. അതെ, ആകസ്മികമായി കയറി വന്നതല്ല ഞാൻ. ഈ ദിവസം നോക്കി തന്നെയാ വന്നത്. അറിയില്ല, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുക. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞാൻ ആരാണെന്ന് സംഗീതയ്ക്ക് അറിയാം. സംഗീതയുടെ ഉള്ളിലാളുന്ന ഭീതി അതെനിക്ക് വ്യക്തമായിട്ട് കാണാം. പിന്നെന്തിനാ ഒരു മുഖവുരം? നേരിൽ കണ്ടിട്ടില്ലെങ്കിലും സംഗീതയ്ക്ക് എന്റെ പേര് മറക്കാൻ പറ്റും. വൈഗ സുബ്രഹ്മണ്യത്തെ ഈ ജന്മം മറന്നു കളയാൻ സംഗീതയ്ക്കോ സംഗീതയുടെ ഭർത്താവ് നന്ദനോ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ച പേരാത്. മറന്നു കളയാൻ കഴിയില്ല സംഗീത. എത്ര വലിയ ഉറക്കത്തിലും വൈഗ എന്ന പേര് കേട്ടാൽ സംഗീത ഞെട്ടി ഉണരും. കാരണം വർഷങ്ങളായി എന്റെ ഏറ്റവും വലിയ നിധിയ സംഗീത കൈയടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നൊന്തുപെറ്റ എന്റെ മകളെ, അനുവിന്റെ അമ്മ സംഗീതയല്ല, ഞാനാ. എന്റെ മകളാനു. എന്റെ കണ്ണുകളിലേക്ക് നോക്കി അത് നിഷേധിക്കാൻ കഴിയൂ സംഗീതയ്ക്ക്? അനു എന്ന് പേരിട്ട് സംഗീത വളർത്തുന്ന മകളുടെ യഥാർത്ഥ അമ്മ ഈ വൈഗ സുബ്രഹ്മണ്യ അല്ലെന്ന് പറ. നിഷേധിക്കാനാവോ? പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് എന്റെ കുഞ്ഞിനെ കൊതി തീരും വരെ ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും കിട്ടാതെ പോയ ഒരമ്മയാ ഞാൻ. ഒരു രാത്രി ആ ചോര കുഞ്ഞുമായി നന്ദൻ സംഗീതയുടെ മുന്നിൽ വന്നത് കള്ളമാണെന്ന് എങ്ങനെ സ്ഥാപിക്കും? ഞാൻ വന്നത് എന്റെ മകളെ തിരിച്ചു വാങ്ങാനാ. എന്റെ മകളെ എനിക്ക് വേണം. മടക്കി തരേണ്ട ബാധ്യത സംഗീതയ്ക്കാണ്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. ദയവേത് നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോയേ തീരും. സംഗീതയുടെ ഈ കീഴടക്കൽ മനസ്സിലാക്കി തന്നെയാ ഈ ഒരു ദിവസം തന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. എന്റെ ഒച്ച ഒന്ന് ഉയർന്നു പോയാൽ ആ സത്യം എല്ലാവരും അറിയും. എന്റെ മോളും അവളുടെ ഭർത്താവും ബന്ധുക്കളും എല്ലാം. ഇപ്പൊ സംഗീത ഭയപ്പെട്ടു.
കേറി വന്നപ്പോ ഞാനായിട്ട് ഒരു അവകാശവാദവും മുഴക്കിയില്ലെന്ന് സംഗീത കണ്ടതല്ലേ. തുടർന്നും അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഇവിടുന്ന് ദയവ് ചെയ്തൊന്ന് പോ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ വരാം. സംശയോ? എന്ത് സംശയം? അനുവിന്റെ അമ്മ ഞാനല്ലാന്നോ? എല്ലാത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഈ ചടങ്ങ് അലങ്കോലമാക്കണം. അതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്താ ഉള്ളത്? എവിടെ വേണമെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്താ പോവാത്തത്? ദയവേത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോ. എന്റെ മകളെ, എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ ഈ നാട് വിട്ടു പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വർഷങ്ങളോളം എന്റെ മകളെ സ്വന്തമാക്കി വെച്ചതല്ലേ സംഗീത. അവളെ വിട്ടുതരേണ്ട കടമയും സംഗീതയ്ക്കുണ്ട്. സംഗീത തന്നെ വേണം അവളോട് ആ തെറ്റ് തിരുത്താനും. അവളുടെ അമ്മ സംഗീതയല്ല, വൈഗ സുബ്രഹ്മണ്യാണെന്ന് സംഗീത തന്നെ പറയണം. ഇവിടെ നടക്കുന്നത് എന്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ചടങ്ങാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഞാൻ തിരിച്ചു പോവാ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഗീത എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ഡോക്ടർ വിപിൻ വല്ലഭൻ, ന്യൂറോ സർജൻ. ഈ പേര് കേട്ടിട്ടുണ്ട്. അനുവിന്റെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞത് ഈയിടെയാ. അറിഞ്ഞപ്പോ വലിയ അഭിമാനം തോന്നി. എനിക്ക് മനസ്സിലായില്ല. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും തന്നെ മനസ്സിലായില്ല. അനുവിന് പോലും എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ അടുത്ത കാലത്ത് അവളെ വിവാഹം ചെയ്ത വിപിന്. പഴയ പരിചയക്കാരാ ഞങ്ങള്. വിപിൻ അറിയാതിരിക്കില്ല, കുറെ വർഷങ്ങൾക്ക് മുൻപ് നന്ദൻ മധുക്കരയിൽ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. മധുക്കരയ്ക്ക് ഏതാനും കിലോമീറ്റർ ഉള്ളിലായിരുന്നു എന്റെയും വീട്. സംഗീതയുമായിട്ട് അങ്ങനെ ഉണ്ടായ അടുപ്പം. മധുക്കരയുമായി അനുവിന്റെ അച്ഛന് ചില ബന്ധങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ആണോ നിങ്ങള്? നന്ദന് സംഗീതയും കൈക്കുഞ്ഞായിരുന്ന അനുമോളുമായി മടങ്ങി വന്നതിന് ശേഷം ഞാനും അവിടം വിട്ടിരുന്നു. വിപിൻ കരുതുന്ന പോലെ അതിനുശേഷം നന്ദന് സംഗീതയുമായി ഒരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ വരവ് ഒരു സൗഹൃദ സന്ദർശനമല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വരുന്ന വിവരം സംഗീതാമ്മ എന്നോട് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അനുവിന്റെ അച്ഛൻ ഇപ്പൊ മധുക്കരയിലുണ്ട്. ആ വിവരം നിങ്ങൾക്കറിയാമോ? അത് ഞാനെങ്ങനെ അറിയാന്? ചെന്നൈ